മരണം വന്ന് വിളിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവനെ വിട്ടുകൊടുക്കാതെ എനിക്ക് തിരിച്ചു തന്ന, എൻ്റെ ജീവൻ തിരിച്ചു തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി ഷിനോ. ഇത് ഹസ്ബൻഡ് ചേട്ടായി ഷിനോ ജോർജ്. പിന്നെ ഞാൻ കണ്ണൂർ ജില്ലയിൽ പെരുമ്പടവ് ഇടവകയിൽ നിന്ന് വരുന്നു. 2024 ഫെബ്രുവരി 17 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പേ ഞാൻ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമായിരുന്നു. എനിക്ക് ഈ മണ്ണിലൊന്ന് ചവിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വലിയ സപ്പോർട്ടൊന്നും വീട്ടിൽ നിന്നില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ ക്ലാസ് എന്നും കേൾക്കും, വീട്ടിലാണേലും ഓണാക്കി വെക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പുറത്തോട്ട് പോയാലും അച്ഛൻ്റെ ക്ലാസ് എന്നും രാവിലെ ഒരു ക്ലാസ് വെച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പടി 2024 എടുത്തു. 24 ഫെബ്രുവരി 17 എടുത്തു. കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമായപ്പം ചേട്ടായിക്ക് ഒരു നെഞ്ചുവേദന വന്നു. അറ്റാക്കിൻ്റെ ലക്ഷണമായിരുന്നു. എത്ര പറഞ്ഞാലും ആശുപത്രി പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് ഗ്യാസാന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. പകൽ മുഴുവൻ അങ്ങനെ ഇരുന്നു. പോകാമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഒരു ദിവസം കഴിയുമ്പോൾ പൊക്കോളും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. ഞാൻ എന്നിട്ട് രാത്രി 10 മണിയായപ്പം പിന്നെ മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടിയിട്ട്, പറഞ്ഞാൽ സമ്മതിക്കില്ലാത്തതുകൊണ്ട് നമുക്കാകെ ആശ്രയം മാതാവേ ഉള്ളൂ. തൈലം എടുത്ത് പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. ആ തൈലം പുരട്ടി ഒരു 10 സെക്കൻഡ് ആയില്ല, അന്നേരം പറയാമെന്ന്. രാത്രി 10 മണിക്ക് ഇത് കിടക്കാൻ നേരത്തെ പുരട്ടുന്നത്. നാളെ ആശുപത്രി പോകുന്ന ഏട്ടായി പറയുന്നത്. പോകാനില്ല, എന്ത് ചെയ്താൽ ഇന്ന് പോകാമെന്ന് പറഞ്ഞ് തൈലം പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞപ്പം പറയാം, നമുക്കെന്നാൽ പോയി ആ ചെക്കപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറയുമായിരുന്നു. അന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ ചെന്ന് ക്ഷീണമൊന്നുമില്ല. പിന്നെ ചങ്കിന് ചെറിയൊരു വേദന അതേ ഉള്ളൂ, വേറെ വല്ലാത്തൊരു ക്ഷീണമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവർ പിന്നെ ഡ്രോപ്നിയിൽ നിന്നുള്ള ടെസ്റ്റ് നടത്തി. അത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പം 0.1 സാധാരണ ഉള്ളൂ. ഇത് 0.8 ആയിരുന്നു, ഹൈ ലെവലായിരുന്നു. 100% ബ്ലോക്ക്, അതുപോലെ കൂടുതലായിരുന്നു. പിന്നെ അന്നേരം തന്നെ അവിടുന്ന് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു. അന്നേരം ഡോക്ടർ ഇവിടുന്ന് പറയുന്നുണ്ട്, ഇതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സൈലൻ്റ് അറ്റാക്ക് വന്നായിരുന്നു, അത് അതികഠിനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടായി പറയുന്നുണ്ട്, തലേ ദിവസം എനിക്ക് വേദന വന്നായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് ആരോടും മിണ്ടിയില്ല, പറയല്ല ആരോടും. അങ്ങനെ